ദൈവസ്നേഹത്തിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ പ്രഭാതത്തിൽ ആത്മീയ സൗഖ്യത്തിനും പാപപരിഹാരത്തിനുമായുള്ള തിരുമുഖ ജപമാല ചൊല്ലി നാം ദൈവത്തിന് സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹോദരീ സഹോദരന്മാർക്കും രോഗികളായിട്ടുള്ളവർക്കും സാമ്പത്തിക ക്ലേശങ്ങളിൽ ഉഴലുന്നവർക്കും എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കാളികളാകുക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ക്രിസ്തുവിൽ ഏറെ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ഹൃദയം ഏതു ഭാരത്താൽ ഞെരുങ്ങുകയാണ്? മനസ്സിനെ അലട്ടുന്ന വിട്ടുമാറാത്ത രോഗങ്ങളോ, എത്ര പ്രാർത്ഥിച്ചിട്ടും വഴി തുറക്കാത്ത കുടുംബ തടസ്സങ്ങളോ, മനസമാധാനം തകർത്ത കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളോ, അതോ മറ്റാരോടും പറയാൻ കഴിയാതെ ഉള്ളിലൊതുക്കുന്ന ഏകാന്തതയും നിരാശയും മനോവേദനകളുമാണോ? നിങ്ങളുടെ ജീവിത സാഹചര്യം ഏതുമാവട്ടെ, ഈ നിമിഷം ദൈവീക കാരുണ്യത്തിൻ്റെ അതിരറ്റ ആഴങ്ങളിലേക്ക് നമ്മെ സ്നേഹത്തോടെ ക്ഷണിക്കുന്ന പ്രകാശപൂർണമായ ഒന്നുണ്ട്. അതാണ് നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ വിശുദ്ധ തിരുമുഖം. ഗസമേനിയിലെ ആഴമേറിയ പ്രാർത്ഥനയിൽ രക്തവിയർപ്പൊഴുക്കിയ തിരുമുഖം, പീലാത്തോസിൻ്റെ അരമനയിൽ നിന്ദനങ്ങളും തുപ്പലുമേറ്റ് കരിവാളിച്ച തിരുമുഖം, അഹങ്കാരികളുടെ അടികളാൽ മുറിവേറ്റ് മുൾക്കിരീടം തറഞ്ഞു കയറി ചോരയൊഴുകിയ ആ ദിവ്യാനനം, ഒടുവിൽ കാൽവരിയുടെ കല്ല് നിറഞ്ഞ പാതയിൽ വിശുദ്ധ വെറോനിക്ക തൻ്റെ ഹൃദയത്തിൻ്റെ സകല സ്നേഹവും ആർദ്രതയും നിറച്ച് തുവാലയാൽ തുടച്ചെടുത്ത അതേ തിരുമുഖം ഇന്ന് കാരുണ്യവായ്പോടെ നമ്മെ ഓരോരുത്തരെയുമാണ് നോക്കുന്നത്. അന്ന് വെറോനിക്കയുടെ ആ ചെറിയ തുവാലയിൽ ഈശോ തൻ്റെ ദിവ്യരൂപം പതിപ്പിച്ച് നൽകിയെങ്കിൽ, ഇന്ന് വിനയത്തോടെ തിരുമുഖത്തിന് മുന്നിൽ കൈകൂപ്പുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അവിടുന്ന് തൻ്റെ അപരിമേയമായ സ്നേഹവും സൗഖ്യവും ആത്മീയ ശാന്തിയും പതിപ്പിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് തൻ്റെ വിശുദ്ധരായ ദാസരിലൂടെ നൽകിയ തിരുവാഗ്ദാനം ഓർക്കുക. തൻ്റെ തിരുമുഖത്തെ സ്നേഹത്തോടും അനുതാപത്തോടും കൂടെ നോക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഏതു വ്യക്തിക്കും പിതാവായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഞാൻ നിത്യമധ്യസ്ഥനായിരിക്കും. അവിടുത്തെ ആത്മാവിൽ എൻ്റെ തിരുരൂപത്തിൻ്റെ വിശുദ്ധി ഞാൻ പതിപ്പിക്കും. അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ വ്യാകുലതകളിൽ നിന്നും ആശങ്കകളിൽ നിന്നും നമ്മുടെ മനസ്സിനെ പിൻവലിച്ച് ഈ വിശുദ്ധ നിമിഷത്തിൽ ഈശോയുടെ തിരുപാദ പീഠത്തിൽ അടിയറവ് പറയാം. നമ്മുടെ സകല ആകുലതകളെയും രോഗങ്ങളെയും ഈശോയുടെ മുറിവേറ്റ തിരുമുഖത്തിലേക്ക് നോക്കി സമർപ്പിക്കാം. അവിടുത്തെ ദിവ്യകാരുണ്യം നമ്മിലേക്ക് ഒഴുകിയെത്തുവാൻ വിനയത്തോടും ആഴമായ അനുതാപത്തോടും കൂടെ നമുക്ക് ഈ തിരുമുഖ ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഏറ്റുചൊല്ലുക. എൻ്റെ ദൈവമേ, ഞങ്ങളെ സഹായിപ്പാൻ എഴുന്നള്ളണമേ. കർത്താവേ, ഞങ്ങളെ സഹായിപ്പാൻ വേഗത്തിൽ വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഒരേ ഒരു പുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ ഭരണകാലത്ത് പീഡകൾ സഹിച്ചു, കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വീണ്ടും വരും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, വിശുദ്ധ നേത്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ തിരുനേത്രങ്ങൾ ഞങ്ങളുടെ പാപാവസ്ഥയെയും ആത്മീയ അന്ധതയെയും കണ്ട് കണ്ണുനീരണിഞ്ഞുവല്ലോ. അങ്ങയുടെ തിരുമുൻപിൽ കപടതയില്ലാതെ നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ സ്വാർത്ഥതയാലും വികാരങ്ങളാലും മങ്ങിപ്പോയ ആത്മീയ കാഴ്ചയെ
അവിടുത്തെ ദിവ്യനേത്രങ്ങളുടെ കാരുണ്യ കണ്ണീരാൽ കഴുകി ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വെളിച്ചത്തിൽ മാത്രം നടക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിത്യപിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ തിരുമുഖത്തിൻ്റെ അളവറ്റ യോഗ്യതകളെ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായും സഭയുടെ വിശദീകരണത്തിനായി ഞങ്ങൾ അവിടുത്തെ തിരുമുഖം അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുഖ പ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ഞങ്ങൾക്ക് കാരുണ്യം നൽകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കരുണാമയനായ ഈശോയെ, വിചാരണവേളയിലും കാൽവരി പാതയിലും അങ്ങയുടെ ദിവ്യമായ ചെവികൾ നിന്ദനങ്ങളും പരിഹാസനങ്ങളും കള്ളസാക്ഷ്യങ്ങളും സഹിച്ചുവല്ലോ. എങ്കിലും അവിടുന്ന് മൗനിയായിരിക്കുകയും പിതാവിനോട് ക്ഷമയാചിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ജീവിതത്തിലെ നിന്ദനങ്ങളിലും സങ്കടങ്ങളിലും തളരാതെ ദൈവിക ശബ്ദത്തിന് മാത്രം ചെവി കൊടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ദിവ്യശ്രവണത്തിലേക്ക് കൈക്കൊള്ളണമേ. നിത്യപിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ തിരുമുഖത്തിൻ്റെ അളവറ്റ യോഗ്യതകളെ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായും സഭയുടെ വിശദീകരണത്തിനായി ഞങ്ങൾ അവിടുത്തെ തിരുമുഖം അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുഖ പ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ഞങ്ങൾക്ക് കാരുണ്യം നൽകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിൻ്റെ തിരുനാസികയെയും ജീവശ്വാസത്തെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, കാൽവരിയിലേക്കുള്ള ദുരിതപൂർണമായ യാത്രയിൽ അവിടുത്തെ തിരുമുഖത്ത് അടിഞ്ഞുകൂടിയ പൊടിയും രക്തഗന്ധവും സഹിച്ചുകൊണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് ജീവൻ്റെ ശ്വാസം നൽകി. ഞങ്ങളുടെ ജീവിതത്തിലെ വിഷമതകളെയും രോഗങ്ങളുടെയും മധ്യത്തിൽ അവിടുത്തെ അദൃശ്യ സാന്നിധ്യം ഞങ്ങൾ അറിയട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ തിരുമുൻപിൽ സുഗന്ധധൂപമായി ഉയരുവാനുള്ള കൃപ ചെയ്യണമേ. നിത്യപിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ തിരുമുഖത്തിൻ്റെ അളവറ്റ യോഗ്യതകളെ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായും സഭയുടെ വിശുദ്ധീകരണത്തിനായി ഞങ്ങൾ അവിടുത്തെ തിരുമുഖം അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുഖ പ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ഞങ്ങൾക്ക് കാരുണ്യം നൽകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, അവിടുത്തെ ദിവ്യ ആദരങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹരൂപനായ ഈശോയെ, ലോകത്തിന് ജീവൻ്റെയും ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വചനങ്ങൾ നൽകിയ അങ്ങയുടെ വിശുദ്ധാദരങ്ങൾ കുരിശിൽ ദാഹത്താൽ വരണ്ടുപോയി. ഞങ്ങളുടെ നാവുകൊണ്ട് ചെയ്ത എല്ലാ പാപങ്ങൾക്കും, കോപം, അസത്യം, അപരനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ എന്നിവയ്ക്ക് ഞങ്ങൾ വിനയത്തോടെ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളുടെ വാക്കുകൾ എപ്പോഴും നിങ്ങളെ സ്തുതിക്കുന്നതും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതുമായി മാറ്റണമേ. നിത്യപിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ തിരുമുഖത്തിൻ്റെ അളവറ്റ യോഗ്യതകളെ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവങ്ങൾക്ക് പരിഹാരമായും സഭയുടെ വിശുദ്ധീകരണത്തിനായി ഞങ്ങൾ അവിടുത്തെ തിരുമുഖം അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുഖ പ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ഞങ്ങൾക്ക് കാരുണ്യം നൽകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിൻ്റെ മുറിവേറ്റ തിരുമുഖത്തെയും വിശുദ്ധ വെറോനിക്കയുടെ തുവാലയെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ദൈവമേ, കാൽവരിപ്പാതയിൽ അടികളാലും മുൾക്കിരീടത്താലും തകർക്കപ്പെട്ട് രക്തമൊഴുകിയ അങ്ങയുടെ തിരുമുഖത്തെ സ്നേഹത്തോടെ വന്ദിച്ച വിശുദ്ധ വെറോനിക്കയുടെ മാതൃക ഞങ്ങൾക്ക് നൽകണമേ. സഹിക്കുന്നവരിലും രോഗികളിലും അനാഥരിലും അങ്ങയുടെ തിരുമുഖം കാണുവാനും അവിടുത്തെ കണ്ണുനീർ തുടയ്ക്കുവാനുമുള്ള സ്നേഹവും കരുണയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദിവ്യരൂപം ഞങ്ങളുടെ ആത്മാവിൽ എന്നേക്കുമായി പതിഞ്ഞു കിടക്കട്ടെ. നിത്യപിതാവേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ തിരുമുഖത്തിൻ്റെ അളവറ്റ യോഗ്യതകളെ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായും
സഭയുടെ വിശുദ്ധീകരണത്തിനായി ഞങ്ങൾ അവിടുത്തെ തിരുമുഖം അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുഖ പ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ഞങ്ങൾക്ക് കാരുണ്യം നൽകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ തിരുമുഖ രുത്തിനിയെയും ആത്മസമർപ്പണവും നമുക്ക് അവിടുത്തെ വന്ദിക്കാം. അത്യന്തം വിശുദ്ധമായ അവിടുത്തെ തിരുമുഖത്തെ ഓർത്ത്. ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ തത്വത്തിൻ്റെ പ്രകാശമായി തിരുമുഖമേ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ട തിരുമുഖമേ, ഞങ്ങളെ രക്ഷിക്കണമേ. കാൽവരിയിൽ കണ്ണുനീരും രക്തവും ഒഴുക്കിയ തിരുമുഖമേ, ഞങ്ങളെ രക്ഷിക്കണമേ. മനുഷ്യരുടെ പാപങ്ങളാൽ മുറിവേറ്റ തിരുമുഖമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ക്ഷമയുടെയും ശമനത്തിൻ്റെയും ഉറവിടമായ തിരുമുഖമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആശ്വാസവും സമാധാനവും നൽകുന്ന തിരുമുഖമേ, ഞങ്ങളെ രക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അപമാനിക്കപ്പെട്ടതും മുറിവേറ്റതുമായ അങ്ങയുടെ പ്രിയപുത്രന്റെ തിരുമുഖത്തെ നോക്കി ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അവിടുത്തെ ദിവ്യകാരുണ്യത്തിൻ്റെ യോഗ്യതകളാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ രോഗങ്ങളെയും സാമ്പത്തിക കുടുംബ തടസ്സങ്ങളെയും അങ്ങയുടെ തിരുമുഖത്തിൻ്റെ പ്രകാശത്താൽ മാറ്റണമേ. അങ്ങയുടെ തിരുമുഖ രൂപം ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും വഴികാട്ടിയായിരിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ തിരുമുഖ ജപമാലയുടെ ഓരോ മുത്തുകളിലൂടെയും നാം പ്രാർത്ഥിച്ചു പൂർത്തിയാക്കുമ്പോൾ അവിടുത്തെ കാരുണ്യ കണ്ണുകൾ നമ്മിൽ പതിഞ്ഞിരിക്കുന്നു. അവിടുത്തെ മുറിവേറ്റ തിരുമുഖത്തു നിന്നും സൗഖ്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സ്വർഗീയ പ്രകാശം നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും മനസ്സുകളിലേക്കും ഒഴുകിയെത്തിയിരിക്കുന്നു. നിങ്ങളുടെ സങ്കടങ്ങളും കണ്ണീരും കർത്താവ് കണ്ടിട്ടുണ്ട്. അവിടുന്ന് അരുളി ചെയ്യുന്നു, ഭാരം ചുമക്കുന്നവരും ക്ലേശിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് ഈ തിരുമുഖത്തിന് മുന്നിൽ സമർപ്പിച്ച സകല പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും രോഗസൗഖ്യത്തിനും കുടുംബ തടസ്സങ്ങളുടെ വിടുതലിനും ദൈവിക സമാധാനമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ സങ്കീർത്തകൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ദൈവം നമ്മോട് കരുണ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിക്കട്ടെ. അവിടുത്തെ വഴി ഭൂമിയിലും അവിടുത്തെ രക്ഷ സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ. അതുപോലെ കർത്താവായ ഈശോ നമ്മെ ആഹ്വാനം ചെയ്യുന്നു: നിങ്ങൾ ലോകമെങ്ങും പോയി സകലരോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ആത്മീയ ആശ്വാസവും കൃപയും നിങ്ങളുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. നിരാശയിലും രോഗങ്ങളിലും ജീവിത പ്രതിസന്ധികളിലും കഴിയുന്ന അനേകം സഹോദരി സഹോദരന്മാർക്ക് ഈ തിരുമുഖ പ്രകാശവും ആശ്വാസവും എത്തിച്ചു കൊടുക്കേണ്ടത് ദൈവമക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിനാൽ ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളികളാകാനും അനേകർക്ക് അനുഗ്രഹമാകാനും ഈ പ്രാർത്ഥനാ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുവിൻ. കൂടുതൽ ആത്മീയ ധ്യാനങ്ങളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭിക്കുവാനും നമ്മുടെ ഈ പ്രാർത്ഥനാ കുടുംബത്തിൽ കണ്ണിയാകുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഓരോ ഷെയറും ഒരു ആത്മാവിനെയെങ്കിലും ഈശോയുടെ കാരുണ്യത്തിലേക്ക് അടുപ്പിക്കും. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാം. കർത്താവേ, അങ്ങയുടെ തിരുമുഖം ഞങ്ങളിൽ പ്രകാശിക്കട്ടെ. ഞങ്ങൾ രക്ഷ പ്രാപിക്കുകയും ചെയ്യും. അങ്ങയുടെ കാരുണ്യം തലമുറകളോളം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ തിരുമുഖ പ്രകാശത്താൽ അനുഗ്രഹിക്കുകയും സകല തിന്മകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.